സോ മക്കളെ, നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ഫൈനൽ സെഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി സീറോത്ത് ലോയും ഫസ്റ്റ് ലോ ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ചെറിയ ആപ്ലിക്കേഷൻസും ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് ഇതിന് കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി നമ്മുടെ ഫൈനൽ സെഷനിലോട്ട് വരുമ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, നിങ്ങളപ്പോൾ ഓൾറെഡി കാർനോട്ട് എഞ്ചിനെ കുറിച്ചും ഹീറ്റ് എഞ്ചിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന എപ്പോഴും ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലേക്കായിരിക്കും, ഇല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചറിലുള്ള ഇതിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കായിരിക്കും അല്ലേ. അപ്പം അതുപോലെ തന്നെ മനസ്സിലാക്കി ഹീറ്റിന്റെ ഒരു ഹീറ്റ് എഞ്ചിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ, അതായത് കിട്ടുന്ന ഹീറ്റിനെ മുഴുവൻ വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഹീറ്റ് എഞ്ചിൻ ഇപ്പോഴും എന്താണ് ഇമ്പോസിബിൾ ആണ് ഓൾമോസ്റ്റ് അല്ലെ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ വരുന്നത്. ഓക്കെ, സോ അതെന്താ നമുക്ക് നോക്കാം. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവയർ ആൻഡ് കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. അതായത് സോഴ്സ് അല്ലെ റിസർവയറിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ഹീറ്റിനെയും എന്താണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എഞ്ചിനും, അതായത് 100% എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ഒപ്റ്റിമലായ വളരെ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനാന്ന് പറയുമ്പോൾ എന്താണ് 100% എഫിഷ്യൻസി, അതിന് പ്രൊഡക്ടിവിറ്റി ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, 100% കിട്ടുന്ന ഹീറ്റിന് മുഴുവൻ വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹീറ്റ് എഞ്ചിൻ പോസിബിൾ അല്ല എന്നുള്ളത്. ഓക്കെ, ഈ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? No process is possible whose sole result is transfer of heat from a colder object to hotter object. Okay, അതായത് കോൾഡ് ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ട് ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് പോസിബിൾ ആയിരിക്കില്ല എന്ന്. നമ്മൾ എങ്ങനെയാ അത് പറയാ? നിങ്ങൾക്കറിയാം നോർമലി ഇത് ഹീറ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? ഹോട്ടർ ഒബ്ജക്റ്റ്. ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ പറയാ ഹോട്ടർ ഒബ്ജക്റ്റ് അല്ലെ. ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലേക്കാണ് നോർമലി എന്താ ചെയ്യാ? നമ്മുടെ ഹീറ്റ് ഫ്ലോ ചെയ്യുക, അതായത് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. ഇങ്ങനെയാണ് എന്താ എപ്പോഴും ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതായത് ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലേക്കാണ് നോർമലി എന്താണ് ഹീറ്റിന്റെ ഫ്ലോ സംഭവിക്കുക. പക്ഷെ ഇവിടെ എന്താണ് അത് തന്നെ തിരിച്ചു പറഞ്ഞിരിക്കുക, അതായത് കോൾഡ് ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ട് ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പോസിബിൾ ആയിരിക്കില്ല എന്ന്. ഓക്കെ, അപ്പൊ പോസിബിൾ ആയ കാര്യം നമുക്കറിയാം. അപ്പൊ പോസിബിൾ അല്ലാത്ത കാര്യം എന്താണ്? റിവേഴ്സ് ആക്കി പറഞ്ഞിരിക്കുകയാണ് എന്ത്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിൽ. ഓക്കെ, സോ ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? കാർനോട്ട് എഞ്ചിനെയും ഈ റെഫ്രിജറേറ്ററിന്റെ ഒക്കെ എഫിഷ്യൻസിനെ ഒക്കെ നമ്മൾ പറയാൻ വേണ്ടി ഈ ഒരു ബേസിൽ അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസിസിലാണ് നമുക്ക് ഇത് പറയാൻ പറ്റുന്നത് അല്ലെ. അപ്പം ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലേക്കായിരിക്കും എപ്പോഴും ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. റിവേഴ്സ് പോസിബിൾ ആണോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നാണ് എന്ത് ഈ സ്റ്റേറ്റ്മെന്റിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. An electric heater supplies heat to a system at rate of 100 joule per second. ഓക്കെ, സോ നമുക്ക് ഹീറ്റിന്റെ റേറ്റ് എന്താന്ന് തന്നിട്ടുണ്ട്. If the system performs work at rate of 75 joule per second, അപ്പൊ എത്രയാണ് വർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാൽക്കുലേറ്റ് ഇന്റേണൽ എനർജി ഇൻക്രീസ്. ഇന്റേണൽ എനർജി എത്രത്തോളമാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ഇത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെ. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്തിനൊക്കെയാണ് പോകുന്നത്? ഒന്നെങ്കിൽ ആ സിസ്റ്റത്തിന് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ അല്ലെ. ഈ രണ്ട് കാര്യത്തിനല്ലേ മക്കളെ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്, സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്, അത് ഉപയോഗിക്കുന്ന ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാ അല്ലെ. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, അതായത് ഹീറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? ഡെൽ ക്യൂ അല്ലെ. ഡെൽ ക്യൂ ഇസ് ഈക്വൽ ടു 100 ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്താണോ അത് നിങ്ങൾ ആദ്യം എടുത്തത്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? അതിനകത്ത് നമ്മൾക്ക് എന്തൊക്കെയാണോ ഉള്ള സബ്സ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കണ്ടേ. ഓക്കെ, സോ എന്താണ് അടുത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? വർക്ക് എത്ര പെർഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വർക്ക് ഇസ് ഈക്വൽ ടു 75 joule per second അല്ലെ. 75 joule per second. Then calculate the internal energy increase. എത്രത്തോളമാണ് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഡെൽ യു ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് ഫോർമുല ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം? ആൻസർ എങ്ങനെ വരിക? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ യു ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇക്വേഷൻ മാറും?
ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ഡെൽറ്റ യുവിനെ ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ എന്താണ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക അല്ലെ, ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ എങ്ങനെ വരും, 100 മൈനസ് 75 ജൂൾ പെർ സെക്കൻഡ് അല്ലെ. അപ്പൊ എത്ര വരും മക്കളെ, 100 മൈനസ് 75 എത്രയാണ്, സിമ്പിൾ 25 അല്ലെ, 25 ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, സോ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പൊ എത്രയാണ്, 25 ജൂൾ പെർ സെക്കൻഡ് ആയിരിക്കും ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പക്കായിട്ട് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. സോ ഇനി കാർനോട്ട് എഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. കാർനോട്ട് എഞ്ചിൻ എന്തായിരുന്നു നമുക്കറിയാം, സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, സിങ്ക് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഒരു ഐഡിയൽ ഗ്യാസിനെ നമ്മൾ ഒരു ചേംബറിലാക്കി, ഒരു സിലിണ്ടർ ചേംബറിലാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുകയാണ്. അതിൽ തന്നെ 4 പ്രോസസ് ഉണ്ട്. അപ്പൊ അതെല്ലാം മക്കൾ ഓർക്കുന്നുണ്ടല്ലോ, ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെന്തായിരുന്നു, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. അങ്ങനെ 4 പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻറ്റയർ വർക്ക് ഡൺ. ഓക്കെ, അതെന്താന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് നമ്മൾ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എന്താണെന്ന് പറഞ്ഞ ഒരു ഇക്വേഷനും ഉണ്ടായിരുന്നു അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്, എ കാർനോട്ട് എഞ്ചിൻ ഇസ് വർക്കിംഗ് അറ്റ് സോഴ്സ് ടെമ്പറേച്ചർ 727 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ സോഴ്സിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 727 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സിങ്ക് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഇസ് ഇറ്റ്സ് എഫിഷ്യൻസി? അപ്പൊ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് എഴുതാം, സോഴ്സിന്റെ ടെമ്പറേച്ചർ അല്ലെ, സോഴ്സിന്റെ ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത് T1 ആണ് അല്ലെ, ഹയർ ടെമ്പറേച്ചർ. T1 എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 727 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ മക്കളെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണോ കാണുക, SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ കെൽവിൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് കെൽവിനിലോട്ട് മാറ്റണം. അപ്പൊ കെൽവിനിലോട്ട് മാറ്റാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് 273.15 ഡിഗ്രി സെൽഷ്യസ് ആഡ് ചെയ്യുകയാണ് അല്ലെ. പക്ഷെ ഈ 15 എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് നെഗ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് എന്തെടുക്കും, 273 ആയിരിക്കും ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 727 പ്ലസ് 273. അപ്പൊ എത്ര വരും, അതായത് 0.15 നമ്മൾ നെഗ്ലക്ട് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് 1000 കെൽവിൻ വരും. ഓക്കെ, ഇനി ടെമ്പറേച്ചർ T2 എന്തിന്റെ ടെമ്പറേച്ചർ ആയിരുന്നു, T1 ആണ് സോഴ്സിന്റെ ടെമ്പറേച്ചർ അല്ലെ, റിസർവയർ അല്ലെങ്കിൽ ഹയർ ഇത് അല്ലെ. ഇനി എന്താണ്, സിങ്കിന്റെ ടെമ്പറേച്ചർ എത്രയാണ് വന്നിരിക്കുന്നത്, T2 എത്രയാണ്, 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 27 പ്ലസ് 273 എത്രയാ മക്കളെ, എല്ലാരും പറഞ്ഞേ, 27 പ്ലസ് 273 എത്രയാ, 300 കെൽവിൻ. സോ നമുക്ക് എന്താണ്, സിമ്പിൾ ആയിട്ട് T1 ഉം T2 ഉം കിട്ടി. അപ്പൊ എന്തായിരുന്നു ഇക്വേഷൻ, വിച്ച് ഇസ് ഇക്വേഷൻ കണക്ടിങ് T1 ആൻഡ് T2, സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു, എഫിഷ്യൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഈറ്റ അല്ലെ. ഈറ്റ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഫിഷ്യൻസിനെ റെപ്രസെന്റ് ചെയ്യുക. ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. ഓക്കെ, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, T1 ബൈ T2 അല്ല, T2 ബൈ T1 ആണ്. അതായത് T2 എന്ന് പറഞ്ഞാൽ എന്താണ്, സിങ്കിന്റെ ടെമ്പറേച്ചർ, T1 എന്ന് പറഞ്ഞാൽ എന്താണ്, സോഴ്സിന്റെ ടെമ്പറേച്ചർ. സോ ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. എത്ര വരും, 1 മൈനസ് T2 എത്രയാണ്, 300 അല്ലെ, ബൈ T1 എത്രയാണ് മക്കളെ, എപ്പോഴും ശ്രദ്ധിക്കുക ഡിഗ്രി സെൽഷ്യസിലാണ് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെ, ബൈ 1000. നിങ്ങൾക്ക് എന്താ, 0 വെട്ടിപ്പോവും, 1 മൈനസ് 3/10 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 10 മൈനസ് 3/10 0.7 കിട്ടും അല്ലെ. ഈറ്റ ഈസ് ഈക്വൽ ടു 0.7. അപ്പൊ നമ്മളോട് ഇപ്പം എഫിഷ്യൻസി നമ്മൾ 0.7 കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, പെർസെന്റേജിൽ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷെ എന്താണ്, നിങ്ങൾ എപ്പോഴും എഫിഷ്യൻസി നമ്മൾ പറയുമ്പോൾ എന്താണ്, ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി നമ്മൾ 100% ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എത്ര, ഇറ്റ് ഈസ് 98% എഫിഷ്യൻ, ഇല്ല 20% എഫിഷ്യൻ എന്നൊക്കെ പറയുന്നത് 100നെ ബേസ് ചെയ്താണ്. 100% അല്ലെ, 100% എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ. ഇപ്പൊ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് മക്കൾ എത്രയാണ്, നിങ്ങൾക്ക് 100% വരെ മേടിക്കാം. അപ്പൊ നിങ്ങൾ എത്രമാത്രം എഫിഷ്യന്റ് ആണെന്നുള്ള എന്തിനെ ബേസ് ചെയ്താണ്, നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയുടെ സ്കോറിംഗ് ആണ്, നിങ്ങൾ എത്രമാത്രം ഔട്ട്പുട്ട് കൊടുത്തു, അതിന് നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുത്തു, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുപോലെയാണ് നമ്മൾ എന്താണ് 100% എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ 0.7 എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുക 100 ആയിട്ട്, നിങ്ങൾക്ക് എത്ര കിട്ടും, 70% എഫിഷ്യൻസി. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു കാർനോട്ട് എഞ്ചിനിൽ അല്ലെ, ഈ സോഴ്സ് ടെമ്പറേച്ചറിലും സിങ്ക് ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യുന്ന ഈ ഒരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 70% ആണ്. ഓക്കെ, 100 ആണോ അല്ല അല്ലെ, നമുക്ക് 70% ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, വാട്ട് ഈസ് എ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്. ഓക്കെ, സോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് കണ്ടുപിടിക്കാനാണ്.
മക്കളെ എന്തായിരുന്നു ഈ ഐസോകോറിക് പ്രോസസ്? നമ്മൾ പല പ്രോസസ്സുകളെ കുറിച്ച് പഠിച്ചല്ലേ? അഡിയാബാറ്റിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്. അപ്പൊ ഐസോകോറിക് പ്രോസസ് എന്തായിരുന്നു നമുക്കറിയാം. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം ഡിഫൈൻ ആൻ ഐസോകോറിക് പ്രോസസ് ആൻഡ് വാട്ട് ഈസ് ദ വർക്ക് ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഡിഫൈൻ ചെയ്യുക. സോ ഐസോകോറിക് പ്രോസസ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് എന്താണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത്? വോളിയം അല്ലെ? വോളിയം ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. അപ്പം ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് വോളിയം ഇസ് കോൺസ്റ്റന്റ് അല്ലെ? വോളിയം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. വോളിയത്തെ നമ്മൾ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഇനി എന്താണ്? വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിൽ എത്ര മാത്രമാണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വർക്കിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? വർക്കിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ W is equal to P delta V എന്ന് പറയാം അല്ലെ? ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? P delta V അല്ലെ? സോ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു ഡെൽറ്റ ഡബ്ല്യു, അതായത് ഡെൽറ്റ ഡബ്ല്യു is equal to P delta V. അതാണ് വർക്കിന്റെ കോമൺ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത്? ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ DW is equal to P dV എന്ന് പറയും അല്ലെ? dV എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം. പക്ഷെ ഇവിടെ എന്താണ്? വോളിയം കോൺസ്റ്റന്റ് അല്ലേ? നമ്മൾ ഐസോകോറിക് പ്രോസസ്സിൽ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് ആക്കി വെക്കുന്നത്? V കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താണ്? ഡെൽറ്റ V 0 കോൺസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 വരും അല്ലെ? കോൺസ്റ്റന്റിന് നമ്മൾ ചേഞ്ച് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പം ഡെൽറ്റ W എന്ത് വരും? ഡെൽറ്റ W is equal to 0 വരും. ഓക്കെ, സോ വോളിയം നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ചേഞ്ച് ഇൻ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. സോ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്. ഓക്കെ, വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നിങ്ങൾ ചിലപ്പോൾ എന്താണ് വലിയ ഇതെല്ലാം കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അവസാനം വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പഠിച്ചു അല്ലെ? അതില് കംപ്രഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, the 3 moles of ideal gas kept at constant temperature at 300 Kelvin are compressed from volume of 10 liter to 5 liter. അതായത് 10 ലിറ്ററിൽ ഉണ്ടായിരുന്നതിന് നമ്മൾ എന്ത് ചെയ്ത് കംപ്രസ് ചെയ്ത് 5 ലിറ്ററിലേക്ക് ആക്കി. അപ്പൊ കംപ്രഷൻ ആണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. ഓക്കെ, ഇനി എന്താണ്? ഇതിനകത്ത് ഒരു ക്ലൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആ ക്ലൂ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, എന്താണ് നമ്മുടെ ക്ലൂ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. മക്കളെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഏത് പ്രോസസ് ആയിരിക്കും വരിക? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ഇതായിരുന്നു? ഇറ്റ് ഈസ് ഐസോതെർമൽ. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് ആണ് അല്ലെ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഐസോതെർമൽ. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് ആണ്. അതിൽ തന്നെ എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? കംപ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രോസസ് ഏതാന്ന് കിട്ടി? ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വി ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഐസോതെർമൽ കംപ്രഷനിലെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? nRT log V2 by V1 അല്ലെ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് T1 T2 എന്ന് എഴുതേണ്ട കാര്യമില്ല. nRT log V2 by V1. ഓക്കെ, 2.303 ഉണ്ട് കേട്ടോ. നമ്മുടെ നാച്ചുറൽ ലോഗരിതം ആണെങ്കിൽ L എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് LOG ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2.303 എന്നുള്ളത് നമുക്ക് എഴുതണം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 2.303 nRT log V2 by V1. ഓക്കെ ആണോ? അപ്പൊ എന്ത് ചെയ്യാ? 2.303. ഇനി n എന്ന് വെച്ചാൽ എന്താ മക്കളെ? n സ്മോൾ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? നോക്കിക്കേ. ഓക്കെ, 3 moles of ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നുണ്ട് അല്ലെ? 3 moles of ഐഡിയൽ ഗ്യാസ്. അപ്പൊ n നമുക്ക് ഓൾറെഡി അറിയാലോ. നിങ്ങൾക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസ് ഏറ്റവും നല്ലത് എന്താണ്? സൈഡിലേക്ക് ഒന്ന് എടുത്ത് എഴുതുക. n ഈസ് ഈക്വൽ ടു 3. ടെമ്പറേച്ചർ എത്രയാണ്? 300 കെൽവിൻ ആണ്. അപ്പൊ ഓൾറെഡി കെൽവിനിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇനി മാറ്റേണ്ട ആവശ്യമില്ല അല്ലെ? പിന്നെ എന്താണ്? വോളിയം V1 വോളിയം എത്രയായിരുന്നു? 10 ലിറ്റർ ആയിരുന്നു അല്ലെ? അതായത് ആദ്യം ഉണ്ടായിരുന്ന വോളിയം 10 ലിറ്റർ ആയിരുന്നു. പിന്നെ അതിനെ കംപ്രസ് ചെയ്താണ് എന്താക്കുന്നത്?
V2 ആയിട്ടുള്ള 5 ലിറ്ററിലേക്ക് ആക്കുന്നത് അല്ലെ. നമുക്ക് എന്താണ് 2.303 nRT log V2 by V1 ആണ്. ഇപ്പൊ V2 എന്ന് പറയുന്നത് 5ഉം V1 എന്ന് പറയുന്നത് 10ഉം ആണ് അല്ലെ. ഇനി R എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ആറിന്റെ വാല്യൂ എന്തായിരുന്നു? R is equal to 8.314 ജൂൾ K ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് അല്ലെ. ജൂൾ K ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? JK ജസ്റ്റ് കിഡിങ് ആണോ? അല്ല, ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് അല്ലെ. അപ്പൊ എന്താണ്? N-ന് കൊടുക്കുക 3, R-ന് 8.314 കൊടുക്കുക. മക്കളെ ടെമ്പറേച്ചർ എത്രയാണ് വന്നിരിക്കുന്നത്? 300 കെൽവിൻ അല്ലെ. ടെമ്പറേച്ചർ 300 കെൽവിൻ ഇൻറ്റു ലോഗ് ഓഫ് V2 by V1 അല്ലെ, 5/10. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യണ്ട, ഇനി നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക, കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഈ V2 V1 തെറ്റിപ്പോകാതെ മക്കളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താണ്? ലോഗരിതം കൊടുക്കുക 2.303. പിന്നെ ആറിന്റെ വാല്യൂ 8.314 ആണ്. നിങ്ങൾക്ക് അറിയുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അഥവാ ഇനി ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അത് അറിയണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താണ് കിട്ടുക? -5187.17 ജൂൾ. ഓക്കെ, വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആയിരിക്കും കിട്ടുക. ഓക്കെ, 47. ഓക്കെ, ഇപ്പം പോയിന്റ് കഴിഞ്ഞിട്ടുള്ള അത്ര റെലവെന്റ് അല്ല, നമ്മുടെ മെയിൻ ഡിജിറ്റ്സ് എന്താണെന്ന് നോക്കിയാൽ മതി. ഇത്രയും ജൂൾ ആയിരിക്കും. -5187.47 ജൂൾ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ എന്താണ്? ഏതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോസസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ആണോ? ഐസോതെർമൽ കംപ്രഷൻ ആണെന്ന് നിങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ ആറിന്റെ വാല്യൂ അറിയണം. അതുപോലെ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്, അപ്പൊ അത് ഐസോതെർമൽ ആണെന്ന് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റണം അല്ലെ. ഐസോബാറിക് ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഐസോകോറിക് ആണെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അഡയബാറ്റിക് എന്തായിരുന്നു? അഡയബാറ്റിക്കില് പ്രഷറും വോളിയം ടെമ്പറേച്ചർ ഒക്കെ മാറും, ബട്ട് എന്താണ്? ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി അല്ലെ, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. ഓക്കെ അല്ലേ? സോ നമ്മളോട് ഈ ഒരു ഡയഗ്രത്തില് നിങ്ങൾക്ക് 4 ഗ്രാഫ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഒരു സിംഗിൾ ഡയഗ്രത്തിൽ 4 ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. PV ഡയഗ്രം ആണ് തന്നിരിക്കുന്നത് അല്ലെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് PV ഡയഗ്രം അനലൈസ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? In which of these process work done is highest? Okay, work done is highest. അപ്പൊ മക്കളെ നിങ്ങൾ ഈ ഗ്രാഫിലോട് ശ്രദ്ധിച്ചേ. നമുക്കറിയാം മെയിൻ ആയിട്ട് 4 പ്രോസസ്സുകളാണോ അല്ലെ. ഐസോബാറിക് ഉണ്ട്, ഐസോകോറിക് ഉണ്ട്, ഐസോതെർമൽ ഉണ്ട്, പിന്നെ എന്താണ്? അഡയബാറ്റിക് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഐസോബാറിക് ആണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം? ഓക്കെ, സപ്പോസ് മാർക്കിംഗ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് W1 ആണെന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏതാണ്? ഐസോതെർമൽ W2. ഇനി അഡയബാറ്റിക്കിന് W3 എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐസോബാറിക്കിന് എന്താണ്? W4 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഐസോബാറിക് ആണ് 1, ഐസോബാറിക്കിന് W1 നമ്മൾ എഴുതി. പിന്നെ ഏതാണ്? ഐസോതെർമല് 2, W2 അല്ലെ. ഇനി അഡയബാറ്റിക്കോ? അഡയബാറ്റിക് ആണെങ്കിൽ ഇറ്റ് ഈസ് W3 അല്ലെ. ഇനി നാലാമത്തെ ഐസോകോറിക് ആണെങ്കിൽ ഇറ്റ് ഈസ് W4. ഓക്കെ, സോ എന്താണ്? നിങ്ങൾക്ക് സപ്പോസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ മാർക്ക് ചെയ്യുക. നമ്മൾ PV ഡയഗ്രം അനലൈസ് ചെയ്ത് ഏത് തെർമോഡൈനാമിക് പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രം. ഐസോബാറിക് പ്രോസസ് ഉണ്ട്, പിന്നെ എന്താണ്? ഐസോതെർമൽ, അഡയബാറ്റിക് ആൻഡ് ഐസോകോറിക് പ്രോസസ് അല്ലെ. ഇപ്പൊ PV ഡയഗ്രം ആണ്. X ആക്സിസിൽ Vയും Y ആക്സിസിൽ Pയും ആണ്. ഓക്കെ, സോ ഇത് ഐസോബാറിക്, ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോകോറിക്. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ ഐസോബാറിക് പ്രോസസ്സിന് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടായിരുന്നു പറഞ്ഞേ? W1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഐസോതെർമൽ ആണെങ്കിൽ W2. ഓക്കെ, ഇനി അഡയബാറ്റിക് ആണെങ്കിൽ W3. ഓക്കെ, ഐസോകോറിക് ആണെങ്കിൽ W4. നിങ്ങൾക്ക് W1 W2 വേണമെന്നില്ല, വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മിസ് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഇല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ABCD എന്ന് പറഞ്ഞാലും മതി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഒരു ഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ്? വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്താണ്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഐസോബാറിക്കിനെ സംബന്ധിച്ചിടത്തോളം ആണ് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും, ഇതിന്റെ താഴേക്ക് ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ള ആർക്കാണ്? ഐസോബാറിക് പ്രോസസ്സിനാണ്. അതേസമയം ഐസോതെർമലിന് ഇതാ ഇത്ര ഏരിയ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഐസോതെർമലിന് അതിനേക്കാളും വർക്ക് കുറവായിരിക്കും. അഡയബാറ്റിക്കിനോ ഈ ഒരു റീജിയൻ മാത്രമേ ഉള്ളൂ അല്ലെ.
അപ്പൊ അഡിയബാറ്റിക്കിനായിരിക്കും മൂന്നാമത്തെ ഏറ്റവും വർക്ക് ഡൺ ഉള്ളത്. ഐസോകോറിക്കിന്റെ കേസിലോ നമുക്കറിയാം മക്കളെ, ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഡെൽറ്റ നമ്മൾ പഠിച്ചു അല്ലെ, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി. ഓക്കെ, അതായത് ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഡി വി. നമ്മൾ ഇനി വർക്ക് കിട്ടാൻ എന്ത് ചെയ്യുക, ഇന്റഗ്രൽ പി ഡി വി ചെയ്യും. ഇന്റഗ്രൽ പി ഡി വി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 0 ആണ് അല്ലെ, കാരണം വോളിയം കോൺസ്റ്റന്റ് ആയിട്ടാണ് ഐസോകോറിക് പ്രോസസ്സിൽ വെക്കുന്നത്. സോ ഐസോകോറിക് പ്രോസസ്സിൽ എന്താണ്, വർക്ക് ഡൺ 0 ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഐസോകോറിക് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ നിങ്ങൾക്ക് വർക്ക് ഡൺ ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് 0 ആണെന്ന് അറിയാം. അപ്പൊ അത് ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഏരിയ ഉണ്ടത് ഗ്രാഫ് ആർക്കാണ്? ഐസോബാറിക്കിന് അല്ലെ. സോ W1 ഗ്രേറ്റർ ദാൻ, പിന്നെ ഏറ്റവും കൂടുതലുള്ള ആർക്കാ? ഐസോതെർമൽ. ഓക്കെ, ഇനി ഏറ്റവും അത് കഴിഞ്ഞിട്ട് അഡിയബാറ്റിക്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആര്? ഐസോകോറിക് അല്ലെ, ഏറ്റവും ലീസ്റ്റ്. സോ W1 ഗ്രേറ്റർ ദാൻ W2 ഗ്രേറ്റർ ദാൻ W3 ഗ്രേറ്റർ ദാൻ W4. സോ ഈ ഒരു കേസിൽ പി വി ഡയഗ്രത്തിൽ the work done will be greatest for which process? Isobaric process. Okay, so a steam engine delivers 5.4 into 10 raised to 8 joule of work per minute and consumes 3.6 into 10 raised to 9 joule of heat from its boiler. Okay, so നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സ്റ്റീം എഞ്ചിനെ കുറിച്ചാണ്. അപ്പൊ ബേസിക്കലി എന്താണ്? ഹീറ്റ് എഞ്ചിൻ ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെ. അപ്പം വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദി എഞ്ചിൻ, ഹൗ മച്ച് ഹീറ്റ് ഇസ് വേസ്റ്റഡ് പെർ മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ? ഹീറ്റ് എഞ്ചിനെ ബേസ് ചെയ്തുള്ള എഫിഷ്യൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയായിരുന്നു ഹീറ്റ് എഞ്ചിനുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞേ. സോഴ്സ് ഉണ്ട്, സോഴ്സ് അല്ലെ, പിന്നെന്താണ്? ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെന്താ? സിങ്ക് ഉണ്ട് അല്ലെ. അപ്പൊ എന്താ ചെയ്യാ? വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. സോ സോഴ്സ് എന്ത് ചെയ്യുക? സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് ഇങ്ങോട്ട് പോകും, വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് പോകും അല്ലെ. സോഴ്സ് ആണ് ഹയർ ടെമ്പറേച്ചറിലുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഹീറ്റ് ഉപയോഗിച്ചാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഇനി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്? ഫുള്ളി ഈ കിട്ടുന്ന ഹീറ്റിനെ മുഴുവൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യോ? ഇല്ല, കുറച്ചൊക്കെ വേസ്റ്റ് ആയി പോകും അല്ലെ. അതിന് എന്താണ്? Q2. അതിനെയാണ് റിമൈനിങ്, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സിങ്കിലോട്ട് കളയുക അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? പെർസെന്റേജ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലെ. അപ്പൊ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക്, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളതല്ലേ. അതായത് വർക്കിംഗ് സബ്സ്റ്റൻസ് എത്രത്തോളം വർക്ക് ചെയ്ത് എഞ്ചിൻ കറക്കി എന്താണ്? നമ്മളിപ്പോ ഒരു വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ ആ വണ്ടിയുടെ പാർട്സിനെ കറക്കി അവസാനം അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറണം അല്ലെ. അപ്പൊ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്ക് ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അല്ലെ, സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ്, അതായത് W/Q1. ഓക്കെ, സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? കിട്ടിയ ഹീറ്റിൽ നിന്ന് എത്രത്തോളം ഉപയോഗിച്ച് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തി. അപ്പൊ കിട്ടിയത് Q1 ഹീറ്റ് ആണ്, അതിൽ നിന്ന് കുറച്ച് മാറ്റി എത്ര Q2 ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ, വേസ്റ്റേജ് അല്ലെ. അപ്പൊ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയ ഹീറ്റും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് വേസ്റ്റ് വന്നു അല്ലെ. നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് ഒരു ഇപ്പൊ 100 രൂപ കിട്ടി, അതിനകത്ത് നമ്മൾ എത്ര ചെലവഴിച്ചു, അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? W = Q1 - Q2/Q1. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പൊ Q1/Q1 എന്താവും? 1 - Q2/Q1. ഇങ്ങനെയായിരിക്കും എന്താ എന്തിന്റെ ഇക്വേഷൻ വരിക? എഫിഷ്യൻസി വരിക അല്ലെ. അപ്പം എഫിഷ്യൻസി പെർസെന്റേജിൽ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു 100 കൂടെ ചെയ്യുക. സോ 1 - Q2/Q1 ആയിരിക്കും എന്ത്? നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ? ഈറ്റ ഈസ് ഈക്വൽ ടു W/Q1. ഓക്കെ, ഡബ്ല്യുവിന് പകരം ഇപ്പൊ നിങ്ങളോട് രണ്ട് ഹീറ്റ് ഡിഫറെന്റ് ഹീറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ Q1 - Q2 എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂംസ്, അതായത് കിട്ടിയ ഹീറ്റ് കൺസ്യൂം ചെയ്യുക, വർക്കിംഗ് സബ്സ്റ്റൻസ് കൺസ്യൂം ചെയ്ത ഹീറ്റ് എത്രയാണ് അതിനെയാണ് Q1 എന്ന് പറയാ അല്ലെ. അപ്പൊ എന്താണ്? കൺസ്യൂം ചെയ്തിരിക്കുന്ന ഹീറ്റിനെ കുറിച്ചാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൺസ്യൂംസ് 3.6 into 10⁻⁹ ജൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനം എന്താണ്? Q1 അല്ലെ. Q1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.6 into 10⁻⁹ ജൂൾ. ഓക്കെ, ഇനി പിന്നെന്താണ്? എ സ്റ്റീം എഞ്ചിൻ ഡെലിവേഴ്സ് ദ വർക്ക്. ഓക്കെ, അപ്പൊ എത്രമാത്രം വർക്ക് കൊടുത്തു, അതായത് ഔട്ട്പുട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ നമുക്ക് തൽക്കാലം ബാക്കിയൊന്നും ആവശ്യമില്ല. അപ്പൊ നമുക്കത് നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി മിസ് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയഗ്രാം ഒക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. സോഴ്സ് എന്താണ്, സിങ്ക് എന്താണ്, അതുപോലെ തന്നെ എന്താണ് W ആണ് വർക്ക് ഡൺ അല്ലെങ്കിൽ ഔട്ട്പുട്ട്, ഇതൊക്കെ ഓർത്തിരുന്നോളൂ. ഓക്കെ, സോ എന്താണ് W എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 5.4 into 10⁻⁸ ജൂൾ. ഓക്കെ,
5.4 into 10 raised to 8 joule. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ. എന്താണ് eta is equal to W by Q1 എന്ന് പറഞ്ഞാൽ എന്താണ് W is 5.4 into 10 raised to 8. ഇനി Q1 എന്ന് പറഞ്ഞാൽ എന്താണ് 3.6 into 10 raised to 9. ഓക്കെ, അപ്പൊ ഇതാണ് എഫിഷ്യൻസി. അപ്പൊ 100% കണ്ടുപിടിക്കുന്നത് എന്താണ് മൾട്ടിപ്ലൈ ബൈ 100. ഓക്കെ, അപ്പൊ 5.4 into 10 raised to 8 by 3.6 into 10 raised to 9 into 100 ചെയ്യുക. പെർസെൻറ്റേജ് എഫിഷ്യൻസി പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് into 100 ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എത്ര കിട്ടും മക്കളെ? എല്ലാവരും ഒന്ന് എന്താണ് ഇതൊക്കെ എടുത്തിട്ടൊന്ന് പറഞ്ഞേ, ഏകദേശം നിങ്ങൾക്ക് എത്ര കിട്ടുമായിരിക്കും? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 15% ആയിരിക്കും കിട്ടുക. ഓക്കെ, 15%. സോ വാട്ട് ഇസ് എഫിഷ്യൻസി ഓഫ് ദി എഞ്ചിൻ? നിങ്ങൾക്ക് 15% ആയിരിക്കും കിട്ടുക. ഇനി ഹൗ മച്ച് ഹീറ്റ് ഈസ് വേസ്റ്റഡ് പെർ മിനിറ്റ്? ഹൗ മച്ച് ഹീറ്റ് ഈസ് വേസ്റ്റഡ് പെർ മിനിറ്റ്, അതായത് എത്രത്തോളം ഹീറ്റ് ആണ് നമ്മൾ വേസ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹീറ്റ് വേസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഹീറ്റ് വേസ്റ്റഡ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം കിട്ടിയിരിക്കുന്ന Q1 ഹീറ്റിൽ നിന്ന് എത്രത്തോളം വർക്ക് ചെയ്തിരിക്കുന്നു അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഹീറ്റ് വേസ്റ്റഡിനെ കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യാ? രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഹീറ്റ് വേസ്റ്റഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 3.6 into 10 raised to 9 5.4 into 10 raised to 8 അല്ലേ? എന്തൊക്കെയാ മക്കളെ? 3.6 into 10 raised to 9 3.6 into 10 raised to 9 5.4 into 10 raised to 8 അല്ലേ? അങ്ങനെയല്ലേ വരിക? ഓക്കെ, ഇതാണ് വർക്ക് ഡൺ, ഇതാണ് ഹീറ്റ് റിസീവ്ഡ്. ഓക്കെ, സോ അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഹീറ്റ് വേസ്റ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ ഹീറ്റ് വേസ്റ്റഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ? ഹീറ്റ് വേസ്റ്റഡ് ഈസ് ഈക്വൽ ടു Q1 minus W. ഓക്കെ, 3.6, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഹീറ്റ്. ഓക്കെ, നമുക്കല്ല വർക്കിംഗ് സബ്സ്റ്റൻസിന് കിട്ടിയിരിക്കുന്ന ഹീറ്റിൽ നിന്ന് എത്രമാത്രം വർക്ക് ചെയ്തു? ബാക്കിയുള്ള സാധനം ഇല്ല, ബാക്കിയുള്ളത് എന്തായിരിക്കും? ഇത്രേ വർക്ക് ചെയ്തുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 100 രൂപ കിട്ടി, അതിനകത്ത് നിങ്ങൾ എന്താണ് കുറച്ച് ചെലവാക്കി. അപ്പൊ നിങ്ങളുടെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഇപ്പൊ നിങ്ങൾ അതായത് പറയണം 100 രൂപ കിട്ടി. ഓക്കെ, അതിനകത്തുനിന്ന് എന്താണ് 50 രൂപയൊക്കെയാണ് നിങ്ങൾ സാധനം മേടിച്ചത്. അപ്പൊ എന്താണ്? അപ്പൊ 50 രൂപയെ നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പൊ നിങ്ങൾ എത്രത്തോളം ചെലവാക്കി എങ്ങനെ കണ്ടുപിടിക്കുക? 100 × 50 കുറയ്ക്കുക. ഓക്കെ, അതേപോലെ 3.6 into 10 raised to 9 minus 5.4 into 10 raised to 8 ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇത് മൈനസ് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര കിട്ടും? എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒന്ന് മിസ് ഒന്ന് നോക്കട്ടെ ഇതിനകത്ത് എത്ര നമുക്ക് ഇതിൽ കിട്ടുകയെന്ന് അല്ലേ? എല്ലാവരും ഓരോ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചോളാം. ഓക്കെ, ഏകദേശം കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.1 into 10 raised to 9. ഓക്കെ, 3.1 into സോ നമുക്ക് ഹീറ്റ് വേസ്റ്റഡ് കിട്ടുന്നത് 3.1 into 10 raised to 9 ജൂൾ ആയിരിക്കും. ഓക്കെ, സോ ഹീറ്റ് വേസ്റ്റഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് വർക്കിംഗ് സബ്സ്റ്റൻസിന് കിട്ടിയ ഹീറ്റ്, അതായത് റിസർവയറിൽ നിന്ന് എടുത്ത ഹീറ്റ് അല്ലെ, സോഴ്സിൽ നിന്ന് കിട്ടിയ ഹീറ്റിൽ നിന്ന് എത്രത്തോളം വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു. വർക്ക് അല്ലാണ്ടുള്ളത് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഹീറ്റ് വേസ്റ്റ് ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. സോ Q1 minus W നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. ഓക്കെ, സോ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം എന്താണ് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാം. അപ്പം എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ഈസ് 0.4. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തേ? നമുക്ക് T1 ഉം T2 ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനകത്ത് എന്താണ് കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. When temperature of sink is 300 Kelvin, what is the temperature of source? ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോഴ്സിന്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫിഷ്യൻസി ഈറ്റ അല്ലെ? ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 0.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇക്വേഷൻ കണക്ടിങ്? ഈറ്റ ഈസ് ഈക്വൽ ടു 1 minus T2 by T1. നമുക്കറിയാം T1 എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സിന്റെ ടെമ്പറേച്ചർ. T2 എന്ന് പറഞ്ഞാലോ? T1 എന്ന് പറഞ്ഞാൽ സോഴ്സ് ടെമ്പറേച്ചർ. T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കിന്റെ ടെമ്പറേച്ചർ. സോ ഈറ്റ എന്ന് പറഞ്ഞാൽ 1 minus T2 by T1 ആണ് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ T1 എന്ന് പറഞ്ഞിട്ടുണ്ട് സോഴ്സ് ടെമ്പറേച്ചർ, അതായിരിക്കും ഹയർ. ഇത് T2 എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ ടെമ്പറേച്ചർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സിങ്കിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 Kelvin അല്ലെ? അപ്പൊ 300 Kelvin എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? T2 ആണ്. അപ്പൊ എന്ത് ചെയ്യാ? ഈറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഈറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4. സോ 0.4 ഈക്വൽ ടു 1 minus T2 എത്രയാണ് തന്നിരിക്കുന്നത്? T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് 300 അല്ലെ? 300 by
T1. സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T1 ആണ് അല്ലെ. T1ന്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ T1 സോഴ്സിന്റെ ടെമ്പറേച്ചർ, സിങ്കിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുള്ളൂ. അത് T1 ആണോ T2 ആണോ നിങ്ങൾക്ക് അറിയണം അല്ലെ. T1 ഓക്കെ, ഫസ്റ്റ് നിൽക്കുന്ന ആൾ എന്താണ്, കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സോഴ്സ്, അങ്ങനെ ഓർത്തിരിക്കുക. രണ്ടാമത് നിൽക്കുന്ന ആള് സിങ്ക് അല്ലെ, ടെമ്പറേച്ചർ കുറവ്, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം 300/T1 ഇങ്ങനെ കിട്ടി അല്ലെ. ഇനി എന്ത് ചെയ്യാ, നമുക്ക് കണ്ടുപിടിക്കാന് 0.4 is equal to 1 minus 300/T1 അല്ലെ. നമുക്ക് T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ട് എടുക്കുക. 300/T1 equal to 1 minus 0.4 ഇങ്ങനെ കിട്ടും അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 0.6. സോ 300/T1 is equal to 0.6. അപ്പൊ T1 നിങ്ങൾക്ക് എത്ര കിട്ടും മക്കളെ? T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.6. 300/0.6 കിട്ടും അല്ലെ. 300/0.6 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 500 Kelvin. 500 Kelvin. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് 500 Kelvin. ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് എത്രയാണ്? 300 Kelvin. അപ്പൊ സോഴ്സിന്റെ ആയിരിക്കും എപ്പോഴും എന്താണ് കൂടുതൽ എന്താ വരുന്നത്, ടെമ്പറേച്ചർ വരുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? പുതിയ എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ്. അപ്പൊ എഫിഷ്യൻസിയിൽ ഒരു ഡിഫറൻസും കൂടെ വരുന്നുണ്ട്. എന്താണ്? ഇഫ് സോഴ്സ് ടെമ്പറേച്ചർ ഇസ് കെപ്റ്റ് സെയിം. ഓക്കെ, നിങ്ങളിപ്പോ എന്താണ്, സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിച്ചത്, T1 കണ്ടുപിടിച്ചു അല്ലെ. ഇഫ് സോഴ്സ് ടെമ്പറേച്ചർ ഇസ് കെപ്റ്റ് സെയിം, അപ്പൊ T1 അങ്ങനെ തന്നെ വെച്ചോളൂ. ആൻഡ് സിങ്ക് ഈസ് ലോവേർഡ് ബൈ 50 degrees Celsius. രണ്ടാമത്തെ പാർട്ടിൽ എന്താ പറ്റുന്നത്? കേസ് 2 സിങ്കിന്റെ ടെമ്പറേച്ചറിന് നിങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുകയാണ് 50 degrees Celsius. വാട്ട് ഈസ് എഫിഷ്യൻസി? അപ്പൊ ന്യൂ എഫിഷ്യൻസി ആണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാതെ? ഓക്കെ, സോ പുതിയ എഫിഷ്യൻസിനെ മിസ് എന്താണ്, ഈറ്റ ഡാഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ ഈറ്റ ഡാഷ് എന്ന് പറയാ. ഈറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്, 1 minus T2/T1 എന്ന് പറഞ്ഞാൽ T2 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദി സിങ്ക് ആണ്. സിങ്കിന് ഇപ്രാവശ്യം ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് പറ്റുന്നത്? T2, അതായത് സിങ്കിന്റെ ടെമ്പറേച്ചർ നേരത്തെ 300 ആയിരുന്നു. രണ്ടാമത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ എന്താ പറ്റുക, അത് 50 degrees Celsius കുറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഡിക്രീസ് ബൈ and it is lowered by 50 Kelvin. Okay, it is lowered by 50 Kelvin ആണ്. Okay, and it is lowered by 50 Kelvin. What is its efficiency? എത്രയാണ് പുതിയ എഫിഷ്യൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, 1 minus T2-T1, അതായത് 1 minus T2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സിങ്കിന്റെ ടെമ്പറേച്ചർ അല്ലെ. സിങ്ക് ടെമ്പറേച്ചർ ആണ്. അതിൽ T2 ഡാഷ് എന്ന് പറഞ്ഞ ന്യൂ സിങ്ക് ടെമ്പറേച്ചർ അല്ലെ. ന്യൂ ടെമ്പറേച്ചർ ഓഫ് സിങ്ക്. സിങ്കിന്റെ പുതിയ ടെമ്പറേച്ചർ എത്രയാണ് നമുക്കറിയാം. 300 നിന്ന് 50 കൂടെ കുറഞ്ഞ എന്ത് പറ്റി, 250 ആയി. 250 Kelvin ആയി അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 1 minus 250/T1 എന്താണ്? T1 മാറുന്നുണ്ടോ? സോഴ്സ് ടെമ്പറേച്ചർ സെയിം ആണ് കീപ്പ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അല്ലെ. ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറയാ? ഓക്കെ, സിങ്ക് ഇസ് ലോവേർഡ് ബൈ 50 Kelvin. വാട്ട് ഇസ് ഇറ്റ്സ് എഫിഷ്യൻസി? സോഴ്സ് ടെമ്പറേച്ചർ സെയിം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോഴ്സ് ടെമ്പറേച്ചർ സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സോഴ്സ് ടെമ്പറേച്ചർ എന്ത് തന്നെയാണ്? സോഴ്സ് ടെമ്പറേച്ചർ 500 ആണ് അല്ലെ. നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എത്രയാണ് സോഴ്സിന്റെ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. നമ്മൾ ഈ ഇക്വേഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ചു T1 സോഴ്സ് ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ ഓഫ് ദി സോഴ്സ്. ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? 500 Kelvin. സോ രണ്ടാമത്തെ പാർട്ടിൽ എന്താണ് നമ്മൾ കണ്ടുപിടിച്ച സോഴ്സിന്റെ ടെമ്പറേച്ചർ അത് തന്നെ വെക്കുക. പക്ഷെ സിങ്കിനെ എന്ത് ചെയ്തു? സിങ്കിനെ 50 Kelvin കുറച്ച് 1 minus 250/500 എന്ന് കിട്ടും. 1 minus 1/2. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 0.5. ഓക്കെ, സോ ഈ ന്യൂ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5. ആദ്യത്തെ എഫിഷ്യൻസി എത്രയായിരുന്നു? 0.4. ഓക്കെ, സോ ഈ ടെമ്പറേച്ചറിൽ സോഴ്സിന്റെ സിങ്കിന്റെ ഒക്കെ മാറ്റം വരുത്തിയപ്പം എഫിഷ്യൻസി എന്താണ്? കുറച്ചും കൂടെ കൂടി അല്ലെ. നേരത്തെ 0.4 ആയിരുന്നു, ഇപ്പൊ 0.5 ആയി. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റിന് പകരം എന്താണ്, കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ലപോലെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അറിയാം, പ്രത്യേകിച്ച് ഡിവിഷനും. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാ രീതിയിലും എന്താണ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റിൽ ചോദിക്കാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. അപ്പോൾ അവോധയുടെ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. തെർമോഡൈനാമിക്സ് എല്ലാവർക്കും പക്ക എന്ന് വിചാരിക്കുന്നു. ഓക്കെ.